ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ക്രിസ്പി ആയിട്ടുള്ള വട എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചുവന്ന ചോറാണ്, അതായത് മട്ടയുടെ അരി ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് ചോറ് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വെള്ളം കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വെള്ളം എത്ര കൊണ്ട് ചേർത്തു എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ചോറ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഒറ്റയടിക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല, കുറേശ്ശെ നിർത്തി അടിച്ചെടുക്കാനാണ് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കരിവേപ്പില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10 മണി കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് അരിപ്പൊടി വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴയ്ക്കുമ്പോൾ നമുക്കിതിൽ വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടിയും അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് ടൈറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ലൂസായിട്ട് തന്നെ നമ്മുടെ മാവ് ഇരിക്കണം. എന്നാലാണ് നല്ല സോഫ്റ്റായിട്ടുള്ള വട നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ചോറായതുകൊണ്ട് കയ്യുമ്മയൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വല്ലാണ്ട് ടൈറ്റാക്കി എടുക്കാൻ പാടില്ല. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒന്ന് നല്ലോണം തടവുക. അതിന് ശേഷം നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് വടയുടെ ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തടവി കൊടുക്കുന്നത്. അപ്പോൾ വിരലുമ്മയൊക്കെയുള്ള മാവ് നമ്മൾ കളഞ്ഞിട്ട് വേണം ഇത് ഷേപ്പാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഒരു ഭാഗം നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ മാവും ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ചോറ് കൊണ്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റൊക്കെ പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.